ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മദ്യനയ കേസിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എം.ജി. മിഥുനാണ് ചേരുന്നത്. മിഥുൻ, ഇന്ന് നിർണായകമാണ്. കെജ്രിവാളിനെ സംബന്ധിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിട്ട് ഇന്നേക്ക് 150 ദിവസം പിന്നിടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരിക്കുന്നത്. 2 ഹർജികളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മനു അഭിഷേക് സിംഗ്വിയാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത്. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അടക്കമുള്ള 2-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നത് CBI രജിസ്റ്റർ ചെയ്തുള്ള കേസിൽ കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ അത് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേസ് വൈകിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ കൂടി ഇന്ന് കോടതിയിൽ ഉന്നയിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 23-ന് ഈ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അന്ന് CBIയോട്, അതായത് അന്ന് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ വാദങ്ങൾക്ക് കൃത്യമായ സത്യവാങ്മൂലം നൽകാൻ CBIയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആ സത്യവാങ്മൂലം അടക്കം ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വാദം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ ഈ ഒരു ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളെ ജാമ്യം ലഭിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ BRS നേതാവ് K കവിതയ്ക്കും ജാമ്യം ലഭിച്ചിരുന്നു. കൂടാതെ ആം ആദ്മി കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മലയാളികൾ കൂടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ കേസിൽ പ്രതിയായി കണക്കാക്കപ്പെടുന്ന വിജയ് നായർക്കും ജാമ്യം കോടതി നൽകിയിരുന്നു. ഒപ്പം തന്നെ അന്ന് സുപ്രീം കോടതി ചില പരാമർശങ്ങൾ ഈ വിജയ് നായർക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ അനുകൂലമായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. എന്തായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. 11 മണിയോടുകൂടിയാണ് ഈ കേസ് കോടതിക്ക് മുന്നിലേക്ക് വരിക. എന്തായാലും ജാമ്യം ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്, അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അതാണ് മിഥുൻ. ഒപ്പം ഈ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ അനുകൂലമാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതേസമയം വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഒക്കെ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരിക്കുകയാണല്ലോ. കോൺഗ്രസ് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. മറ്റു മുന്നണികളുടെ തയ്യാറെടുപ്പുകൾ അതൊക്കെ എങ്ങനെയാണ്? അശ്വതി, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ ഇത്തവണ വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. അതിന് പ്രധാനമായ ഒരു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ ഹരിയാനയിൽ കോൺഗ്രസിന് സാധിച്ചിരുന്നു. 10 സീറ്റുകളാണ് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ 5 വീതം സീറ്റ് ലഭിച്ച് മുന്നേറാൻ അത്തരത്തിൽ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. കൂടാതെ തന്നെ കാർഷിക വിഷയം ഉയർത്തിയും ഗുസ്തി താരങ്ങളുടെ ഈ പോരാട്ടം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഉയരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ വിനേഷ് ഫോഗട്ടും ഒപ്പം തന്നെ ബജ്രംഗ് പുനിയ അടക്കമുള്ള താരങ്ങൾ എത്തി നേരിൽ കാണുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ ഇവർ കോൺഗ്രസിൽ ചേരും, ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ട് വരുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതോട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. CWC യോഗം നാളെ ചേരാനിരിക്കുകയാണ് ഈ ഒരു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ACC ആസ്ഥാനത്ത്. അതിനടക്കം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിന് മുമ്പ് കോൺഗ്രസിന് അനുകൂലമായി ഇത്തരത്തിൽ BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഹരിയാനയിലെ MLA കൂടിയായിട്ടുള്ള വ്യക്തി ഇപ്പോൾ BJP പാർട്ടി വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം മുതിർന്ന BJP നേതാക്കൾ 3 പേര് കൂടി പാർട്ടി വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അത്തരത്തിൽ BJPക്ക് തിരിച്ചടിയായി മാറുന്നു ഹരിയാനയിലെ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗം ചേർന്നിരുന്നു. ഹരിയാനയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ തുടർ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഹരിയാനയിൽ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിനായി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഷെഡ്യൂളുകൾ തയ്യാറാക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഒക്കെ തന്നെ, ഈ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം വലിയ ചർച്ചകൾ ഈ കോൺഗ്രസ് സഖ്യവുമായി ബന്ധപ്പെട്ട, അതായത് ആം ആദ്മിയുമായി സഖ്യവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിൽ വലിയ രീതിയിൽ എതിർപ്പുകളുണ്ട്. കാരണം 10 സീറ്റാണ് ഇതിനോടകം തന്നെ ആം ആദ്മി ചോദിച്ചിട്ടുള്ളത്. 7 സീറ്റ് വരെ നൽകാമെന്നുള്ളൊരു നിലപാടിലാണ്
കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിൽ സംബന്ധിച്ചുള്ള ധാരണ ഇനി ആകേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയോടെയാണ് മുന്നണികൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.